രാജ്യതലസ്ഥാനത്തെ മുൾമുനയിൽ നിർത്തിയ സമരം, പ്രധാനമന്ത്രി വരെ വിറച്ചുപോയ സമരം, വിദ്യാഭ്യാസ മന്ത്രിയുടെ കസേര തെറിപ്പിച്ച സമരം, ഒടുവിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അല്ല പാറ്റകൾ വിജയിച്ചിരിക്കുന്നു. മെയ് 15 സുപ്രീം കോടതിയിൽ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട ഒരു കേസ് പരിഗണിക്കുമ്പോൾ ഉണ്ടായ വാദപ്രതിവാദങ്ങൾക്കിടെ ജസ്റ്റിസ് സൂര്യകാന്ത് ഒരു പരാമർശം നടത്തി. അതിന്റെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു: നമ്മുടെ സമൂഹത്തിൽ പാറ്റകളെപ്പോലെയുള്ള യുവാക്കളുണ്ട്. അവർ ഒരു ലക്ഷ്യവും ഇല്ലാതെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് അലഞ്ഞു തിരിയുന്ന പാറ്റകളെപ്പോലെ ആയി മാറിക്കഴിഞ്ഞു. അവർക്ക് ഒരു തൊഴിലും ലഭിക്കുന്നില്ല. അവരിൽ ചിലർ ജേർണലിസത്തിലേക്ക് പോകുന്നു, ചിലർ സോഷ്യൽ മീഡിയയിലേക്ക് പോകുന്നു, ചിലർ വിവരാവകാശ പ്രവർത്തകരാകുന്നു, മറ്റു ചിലരാകട്ടെ മറ്റ് ആക്ടിവിസ്റ്റുകളാകുന്നു. അങ്ങനെ അവർ എല്ലാവരെയും ആക്രമിക്കാൻ തുടങ്ങുന്നു. കോടതിയിലെ വാദത്തിനിടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടെന്ന് വാദിച്ച അഭിഭാഷകനോട് മറുപടിയായാണ് അദ്ദേഹം ഈ പരാമർശം നടത്തിയത്. ഈ ഒരൊറ്റ പരാമർശമാണ് രാജ്യത്തെ സ്തംഭിപ്പിച്ച കോക്രോച്ച് ജനതാ പാർട്ടി എന്ന സംഘടനയിലേക്കും അതിലൂടെ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടി നീതി നേടിയെടുത്ത കാഴ്ചയ്ക്കും ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. 35 ദിവസത്തെ പോരാട്ടത്തിൽ രാജ്യതലസ്ഥാനം ഒന്ന് നിശ്ചലമായി. ജസ്റ്റിസ് പറഞ്ഞതുപോലെ പാറ്റകളുടെ സമരത്തിന് മുന്നിൽ പ്രധാനമന്ത്രിക്ക് മുട്ടുമടക്കേണ്ടി വന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. പാറ്റ സമരത്തിൽ നിർണായകമായി മാറിയതെന്താ? യുവാക്കൾക്ക് മുന്നിൽ കീഴടങ്ങാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ച ഘടകമെന്താ? പരിശോധിക്കാൻ വിശദമായി. നമസ്കാരം, ഞാൻ ആരതി. ഇന്നലെ ഉച്ചയ്ക്ക് 2:18 രാജിവിവരം ധർമ്മേന്ദ്ര പ്രധാൻ എക്സ് അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടത്. യുവാക്കളെ അഭിസംബോധന ചെയ്ത തുറന്ന കത്തും പോസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 10 ദിവസത്തെ സംഭവവികാസങ്ങളിൽ ദുഃഖിതനാണ്. വ്യക്തിപരമായ അന്തസ്സിന്റെ വിഷയമല്ല, യുവജനതയാണ് രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി. അവരെ ആശയക്കുഴപ്പത്തിന്റെ കെണിയിൽ വീഴാൻ അനുവദിക്കാൻ ആകില്ല. ജന്തർ മന്ദറിലും രാജ്യത്തും ഉടലെടുത്ത സാഹചര്യം രാജ്യവിരുദ്ധ ശക്തികൾ മുതലെടുക്കാതിരിക്കാൻ, രാജ്യത്തിന്റെ ഐക്യം നിലനിൽക്കാൻ, ഇന്ത്യയിലെ ഒരു വിദ്യാർത്ഥിയുടെയും ഭാവി നിയമക്കുരുക്കുകളിൽ കുടുങ്ങാതിരിക്കാൻ രാജിക്കത്ത് പ്രധാനമന്ത്രിക്ക് അയച്ചു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. 2014 മുതൽ കേന്ദ്രത്തിൽ ഹാട്രിക് തുടർച്ചയിൽ ഭരണം നടത്തുന്ന നരേന്ദ്രമോദി സർക്കാരിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ ആദ്യമായാണ് ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രി രാജിവെക്കുന്നത്. ജന്തർ മന്ദറിലെ സമരത്തെക്കുറിച്ച് പരോക്ഷമായി RSS മേധാവി മോഹൻ ഭാഗവത് പ്രതികരിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്ന വാർത്ത പുറത്തുവരുന്നത്. യുവാക്കളുമായി സമവായത്തിൽ എത്താൻ കുടുംബങ്ങളും സമൂഹവും തയ്യാറാകണമെന്ന മോഹൻ ഭഗവതിന്റെ പ്രസ്താവനയുടെ സന്ദേശം തങ്ങൾക്ക് കൂടി ഉള്ളതാണെന്ന് കേന്ദ്രം മനസ്സിലാക്കുകയായിരുന്നു. പുതിയ തലമുറയുടെ യുക്തിസഹമായ ചിന്താഗതിയെയും ചോദിക്കാനുള്ള പ്രവണതയെയും ഉൾക്കൊള്ളണമെന്നും ഇതിനായി പഴയ രീതികൾ മാറ്റണമെന്നുമാണ് മോഹൻ ഭഗവത് പറഞ്ഞത്. ആധുനിക മാതൃത്വം എന്ന വിഷയത്തിൽ ഡൽഹിയിലെ അംബേദ്കർ ഇന്റർനാഷണൽ സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കവെയാണ് RSS മേധാവി ജൻസികളെ കേൾക്കാൻ സമൂഹത്തിനോട് ആവശ്യപ്പെട്ടത്. ഒരു മാസത്തിന് മുകളിലായി CJP ജന്തർ മന്ദറിൽ സമരം നടത്തുന്നുണ്ടെങ്കിലും പാർലമെന്റ് മാർച്ച് കൈകാര്യം ചെയ്തതിൽ ഡൽഹി പോലീസിന് സംഭവിച്ച വീഴ്ചയാണ് സമരത്തിന് പിന്തുണ കൂട്ടിയതെന്നത് സംശയമില്ല. സമൂഹ മാധ്യമങ്ങളുടെ പോലീസിന്റെ അനീതി ലോകമൊട്ടാകെയുള്ള ജനങ്ങൾ കണ്ടതാണ്. സമരത്തിലേക്ക് ധാരാളം സാമൂഹിക വിരുദ്ധരും ക്രിമിനലുകളും നുഴഞ്ഞു കയറുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇവരെ തിരിച്ചറിയുന്നതിനായി FRC സംവിധാനമടക്കം ഡൽഹി പോലീസ് സമരഭൂമിയിൽ വിന്യസിച്ചിരുന്നു. ഇവർക്കൊപ്പം രാജ്യവിരുദ്ധ ശക്തികളും വിഘടനവാദികളും വിദ്യാർത്ഥികളെ മറയാക്കി കേന്ദ്രത്തിനെതിരെ ജനവികാരം ഉയർത്താൻ ശ്രമിക്കുന്നുവെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടും കേന്ദ്രം പരിഗണിച്ചു. 2500ഓളം സ്ഥിരം ക്രിമിനലുകൾ ജന്തർ മന്ദറിൽ നുഴഞ്ഞു കയറിയതായി ഡൽഹി പോലീസ് കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതിനെല്ലാം പുറമെ വളരെ പ്രധാനപ്പെട്ട ഒന്നുണ്ട്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ നേപ്പാളിലും ബംഗ്ലാദേശിലും ജൻസി സമരം ഭരണകൂടങ്ങളെ കടപുഴകിയത് അടുത്തിടെയാണ്. സമൂഹ മാധ്യമങ്ങളുടെ പങ്ക് ഇത്തരം പ്രവൃത്തികളിൽ വലിയ പങ്ക് വഹിക്കുന്നതും കേന്ദ്രം മനസ്സിലാക്കി. സമൂഹ മാധ്യമങ്ങളെ നിലക്കി നിർത്താനും നിയന്ത്രിക്കാനും കേന്ദ്രം പതിവിലും കൂടുതൽ ശ്രദ്ധ ചെലുത്താനും ഈ സംഭവങ്ങൾ കാരണമായി. നീറ്റ് പരീക്ഷ വീണ്ടും നടത്തിയപ്പോൾ ടെലഗ്രാമിന് പൂട്ടിട്ടതും വാട്സപ്പിന്റെ പുതിയ ഫീച്ചറിന് തടയിട്ടതും ഇതിന് ഉദാഹരണമാണ്. നേപ്പാൾ ജൻസി കലാപത്തിന് പിന്നാലെ ലഡാക്കിൽ സമാന പ്രക്ഷോഭം ഉണ്ടായപ്പോൾ അടിച്ചമർത്താനാണ് കേന്ദ്രം തുടക്കത്തിലെ ശ്രമിച്ചത്. എന്നാൽ രാജ്യതലസ്ഥാനത്ത് ജൻസി സമരത്തിന് മുൻപിൽ സമവായമാണ് കേന്ദ്രം തേടിയത്. ഇതുകൂടാതെ രാജ്യത്തെ പ്രധാന ദേശീയ പാർട്ടികളെ അപേക്ഷിച്ച് പ്രായം കുറവുള്ള പാർട്ടിയാണ് BJP. പാർട്ടിക്ക് വേരോട്ടമില്ലാത്ത പല സംസ്ഥാനങ്ങളിലും തദ്ദേശ സ്ഥാപനങ്ങളിലടക്കം ഇപ്പോൾ അധികാരം പിടിക്കാനും സീറ്റ് നേടാനും കഴിയുന്നത് തന്നെ യുവത്വത്തിന്റെ സഹായത്തോടെയാണ്.
പുതുതലമുറയുടെ ചിന്തകളിൽ ഇടം നേടിയാണ് ഗുജറാത്തിൽ നിന്നും നരേന്ദ്രമോദി ഡൽഹിയിലെത്തി പ്രധാനമന്ത്രി കസേരയിലെത്തിയത്. ജന്തർ മന്ദറിലെ സമരം കുട്ടികളുടെ സമരമാണെന്ന തരത്തിൽ തരം താഴ്ത്താൻ ആദ്യഘട്ടത്തിൽ ശ്രമമുണ്ടായി. എന്നാൽ സ്ഥിരം അടവുകൾ സമരത്തിന്റെ ആദ്യ നാളുകളിൽ ഫലം കണ്ടെങ്കിലും ഡൽഹി പോലീസ് നടപടികൾക്ക് പിന്നാലെ പരാജയപ്പെട്ടു. എന്നാൽ അത്തരം ശ്രമങ്ങൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയാകുമെന്ന് BJP മനസ്സിലാക്കിയിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലും സമൂഹ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിൽ യുവാക്കൾ സജീവമാകുന്ന സമയം നോക്കി പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തതും വെറുതെയല്ല. പതിവിന് വിപരീതമായി ആദ്യമായി സെൽഫി ക്യാമറയിലൂടെയാണ് മോദി യുവാക്കളെ അഭിസംബോധന ചെയ്തത്. ഏറ്റെടുത്ത ആദ്യ സമരം തന്നെ വിജയിപ്പിച്ച CJP ഇനി ഏത് രൂപത്തിൽ ഇന്ത്യയിൽ തുടരുമെന്നത് അവ്യക്തമാണ്. ഇതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയവും. വരും നാളുകളിൽ CJPയുടെ നീക്കങ്ങൾക്ക് വലിയ ശ്രദ്ധ ലഭിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായി CJP തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമോ, അതോ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടൽ ശക്തമാക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളും പ്രസക്തമാണ്. കാത്തിരുന്ന് കാണാം CJPയുടെ ഭാവി എന്താണെന്ന്.